ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയുടെ സെല്ലുലാർ മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, അതേപോലെ നമ്മുടെ ഗ്രോത്തിന് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? എനർജി ആവശ്യമുണ്ട്. നമ്മുടെ മെയിൻ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ചില സിംപ്ലർ ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് പോലത്തെ ഓർഗാനിസംസ് സിംപ്ലർ ആയിട്ടുള്ള ഇനോർഗാനിക് ഫോംസിലുള്ള ഫുഡുകളാണ് ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യാറുള്ളത്. എന്നാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ലൈക്ക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് കോംപ്ലക്സ് ഫുഡ് പാർട്ടിക്കിൾസ് ആണ് ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യുക. അപ്പോൾ സെല്ലിന് ഇത് ഉപയോഗിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താക്കി മാറ്റണം? സിംപ്ലർ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിംപ്ലർ അബ്സോർബിൾ ഫോംസ് ഈസ് നോൺ ആസ് ഡൈജഷൻ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഡൈജഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹ്യൂമൻ ബീങ്ങിലെ ഡൈജഷന് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷനും, രണ്ട് കെമിക്കൽ ഡൈജഷനും. എന്താണ് മെക്കാനിക്കൽ ഡൈജഷൻ അഥവാ എന്താണ് കെമിക്കൽ ഡൈജഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ചൂയിങ് ദ ഫുഡ് വിത്ത് ടീത്ത് ആൻഡ് ബൈ ദ സ്ട്രോങ് കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽസ് ഓഫ് സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ടീത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂ ചെയ്യുക. അതേപോലെ നമ്മുടെ സ്റ്റൊമക്കിലെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള മസിൽസ് ഉപയോഗിച്ച് സ്ട്രോങ് കോൺട്രാക്ഷൻ ചെയ്യുന്നതുകൂടെ നമുക്ക് എന്താണ്? മെക്കാനിക്കൽ ഡൈജഷൻ ചെയ്യും. ഇതാണ് മെക്കാനിക്കൽ ഡൈജഷൻ്റെ കേസസ്. ഇനി എന്താണ് കെമിക്കൽ ഡൈജഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. കോംപ്ലക്സ് ന്യൂട്രിയൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ അബ്സോർബിൾ ന്യൂട്രിയൻസ് ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈംസ് ഇൻ ദ ഡൈജസ്റ്റീവ് ജ്യൂസസ്. അതായത് ഡൈജസ്റ്റീവ് ജ്യൂസസുകളിലെ എൻസൈമുകൾ ഉപയോഗിച്ചിട്ട്, എൻസൈംസിൻ്റെ ആക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ സിംപ്ലർ അബ്സോർബിൾ ഫോംസിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഏതായിരുന്നു? ടീത്തും സ്റ്റൊമക്കിലെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള മസിൽസ് ആയിരുന്നു. എന്നാൽ കെമിക്കൽ ഡൈജഷൻ എന്താണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്? എൻസൈംസ് ആണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൗത്ത്. നമ്മൾ പറഞ്ഞു ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി നമുക്ക് മെക്കാനിക്കൽ ഡൈജഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ടീത്ത് എന്ന് പറയുന്നത്, കമ്പണന്റ് ടീത്ത് എന്ന് പറയുന്നത്. ടീത്ത് ഹാവ് ടു ബൈറ്റ് ഇൻ ടു പീസസ് ആൻഡ് ചൂ ദ ഫുഡ്. അതായത് ഫുഡിനെ നമുക്ക് പീസസ് ആയിട്ട് മുറിക്കാനും അതുപോലെ തന്നെ ചൂ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന ഏതാണ്? ടീത്താണ്. ദ ടങ് ആൻഡ് സലൈവ ഹെൽപ്പ് ഇൻ ദ ചൂയിങ് പ്രോസസ്. ചൂയിങ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടങ്ങും സലൈവയും. ഓൾസോ ദ ടീത്ത് ഡിഫർ ഇൻ എക്സ്റ്റേണൽ സ്ട്രക്ചർ, ദേ ഹാവ് മെനി സിമിലാരിറ്റീസ് ഇൻ ഇന്റേണൽ സ്ട്രക്ചർ. നമുക്കറിയാം നമ്മുടെ ഒരു ഇൻഡിവിജ്വലിൽ ഉള്ളത് ടീത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂത്തുകളാണ് ഓരോ ഇൻഡിവിജ്വലിലും ഉള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? പക്ഷേ ഇവയ്ക്കുള്ള ഇന്നർ കോമ്പണൻസ് അല്ലെങ്കിൽ ഇന്നർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ്? ഒരു കോമൺ സ്ട്രക്ചറാണ് എല്ലാത്തിനും ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടീത്തിനെ ബ്രോഡ്ലി നമ്മൾ 3 ഏരിയാസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ക്രൗണ്, നെക്ക്, റൂട്ട്. ഇത് പുറത്തേക്കുള്ള നമ്മുടെ ഈ വൈറ്റ് പാർട്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൗൺ എന്ന് പറയുന്നത്. പിന്നെ ഈ നെക്ക് ഏരിയ, പിന്നെ റൂട്ട് ഏരിയ. ഇതേപോലെ ടീത്തിൽ നമുക്ക് പഠിക്കാനുള്ള കോമ്പണന്റുകളാണ് എനാമൽ എന്ന് പറയുന്നത്, ഡെൻഡൻ എന്ന് പറയുന്നത്, പൾപ്പ് കാവിറ്റി എന്ന് പറയുന്നത്, സിമെന്റം എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് എനാമലിനെ കുറിച്ചാണ്. എനാമൽ എന്ന് പറഞ്ഞാൽ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹോൾ ഹ്യൂമൻ ബോഡി എന്ന ഏതാണ്? എനാമലാണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൽ കണ്ടുവരുന്ന എനാമലാണ്. ഔട്ടർ കവറിംഗ് ആയിട്ടുള്ള എനാമലാണ്. ദ ഔട്ടർ കവറിംഗ് ഓഫ് ദ ടൂത്ത് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ഇത് ഒരു നോൺ ലിവിങ് ആണ് എനാമൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡെൻഡൈൻ. ഡെൻഡൈൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ടിഷ്യൂ വിത്ത് വിച്ച് ടൂത്ത് ഈസ് ഫോംഡ്. ടൂത്ത് ഫോം ചെയ്തിട്ടുള്ള ലിവിങ് ടിഷ്യൂ ആണ് ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, എനാമിൽ നോൺ ലിവിങ് ആണ്, ഡെൻഡൈൻ ലിവിങ് ആണ്. ഇനി അടുത്തതാണ് പൾപ്പ് കാവിറ്റി. പൾപ്പ് കാവിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത്. അതായത് നമ്മുടെ ടൂത്തിൻ്റെ ഇന്നർ മോസ്റ്റ് പാർട്ടാണ് പൾപ്പ് കാവിറ്റി എന്ന് പറയുന്നത്. അവിടെ ഉള്ളത് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് പൾപ്പ് ഈസ് സീൻ ഹിയർ. അവിടെ കാണുന്ന പൾപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ പ്രസന്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഓൾസോ ഒഡോണ്ടോബ്ലാസ്റ്റ് സെൽസ് എക്സെട്ര ആർ സീൻ ഹിയർ. അപ്പോൾ ഒഡോണ്ടോബ്ലാസ്റ്റ് സെൽസ് എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ പൾപ്പ് ക്യാവിറ്റിയിലാണ്. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസും നെർവ്സും എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ പൾപ്പ് ക്യാവിറ്റിയിലാണ്. പൾപ്പ് എവിടെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ഇനി അതുപോലെ തന്നെ സിമെന്റം എന്ന് പറയുന്ന പാർട്ട്, ദ കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. അതായത് നമ്മുടെ മോണയിൽ നമ്മുടെ ടൂത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ ഒരു കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമെന്റം എന്ന് പറയുന്നത്. അപ്പം 4 ഡിസ്റ്റിങ് പാർട്ടുകൾ പറഞ്ഞു. ഇനാമൽ നമ്മുടെ ഔട്ടർ മോസ്റ്റ് പാർട്ട്, പിന്നെ ഡെൻഡൈൻ കുറച്ചുകൂടെ എന്നിലുള്ള ലിവിങ് പാർട്ട്, ടൂത്ത് ഫോം ചെയ്തിട്ടുള്ള ലിവിങ് പാർട്ട്, അടുത്തത് പൾപ്പ് ക്യാവിറ്റി ദ മോസ്റ്റ് ഇന്നർ മോസ്റ്റ് പാർട്ട്, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സിമെന്റം എന്ന് പറഞ്ഞ ഹോൾഡ് വെക്കുന്ന പാർട്ടും.